നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കശ്മീരിൽ മഞ്ഞുരുകുന്നു. 6 മാസത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ജമ്മു കശ്മീരിൽ സർക്കാർ രൂപീകരണത്തിന് കളമൊരുങ്ങുന്നു. ഇന്നു ചേർന്ന നിർണായക PDP യോഗത്തിൽ മെഹബൂബ മുഫ്തിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. ഗവർണറുടെ അനുമതിയോടെ അന്തിമ പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. സർക്കാർ രൂപീകരണം നീളാനിടയാക്കിയത് മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മരണത്തെ തുടർന്ന് PDP പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ചതോടെ നീണ്ട മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ PDPയുടെ കടുംപിടുത്തം ഉരുകിയത് മോദിയുമായി കഴിഞ്ഞ ദിവസം മെഹബൂബ നടത്തിയ കൂടിക്കാഴ്ചയിൽ. നീളുന്ന പ്രഖ്യാപനം. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും അനന്തമായി നീളുന്നതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 31-ന് പ്രഖ്യാപിക്കുമെന്ന് സുധീരൻ. ഘടകകക്ഷികളുമായുള്ള ചർച്ച ശനിയാഴ്ച പൂർത്തിയാക്കും. തുടർന്നുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിക്കും തിരഞ്ഞെടുപ്പ് സമിതിക്കും ശേഷം അന്തിമ പ്രഖ്യാപനം ഹൈക്കമാൻഡ് അനുമതിയോടെ ഡൽഹിയിൽ. അതേസമയം ഇന്നു നടന്ന കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായില്ല. ചടയമംഗലത്തിന് പകരം കരുനാഗപ്പള്ളി വേണമെന്ന് ആവശ്യം ഇരവിപുരം RSPക്ക് നൽകിയതോടെ വിജയസാധ്യതയുള്ള മണ്ഡലം വെച്ചുമാറണമെന്ന നിലപാടിൽ ലീഗ് നേതൃത്വം. താമരയിൽ ധാരണയാകുന്നു. BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാൾ. ശ്രീശാന്തും രാഹുൽ ഈശ്വറും പട്ടികയിൽ. കൊടുവള്ളിയിൽ സംവിധായകൻ അലി അക്ബർ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബു ബേപ്പൂരിൽ ജനവിധി തേടും. സുരേഷ് ഗോപിയുടെ പേര് പട്ടികയിലില്ല. നേരത്തെ പ്രഖ്യാപിച്ച 22 പേരുകൾ കൂടി ചേർത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുന്നത് 75 സീറ്റിൽ. തീരുമാനം ഇന്നലത്തെ പാർട്ടി കോർ കമ്മിറ്റിയിലും തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഹരിപ്പാട്ട് BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് മത്സരിക്കും. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്ത മണ്ഡലങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിന് ചുമതല സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്. ഭൂമിദാനവും അഴിമതിയും. വിവാദമായ ഭൂമിദാന ഉത്തരവുകളിൽ സർക്കാരിന് കോടിയേരിയുടെ രൂക്ഷ വിമർശനം. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നു. സന്തോഷ് മാധവൻ ഉൾപ്പെടെയുള്ളവർക്ക് ഭൂമിദാനം ചെയ്യുന്നതാണ് സർക്കാരിന്റെ വികസനമെന്നും ആക്ഷേപം. കോർപ്പറേറ്റ് പ്രീണനത്തിനു വേണ്ടി ഭൂപരിഷ്കരണ നിയമത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഉദ്യോഗസ്ഥർ എതിർത്തിട്ടും ഭൂമി കൈമാറ്റത്തിന് താൽപര്യം കാണിച്ചത് കോടികളുടെ അഴിമതി കൊണ്ട്. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ വിവാദ ഇടപാടുകൾ റദ്ദാക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ചിരിയുടെ ഉത്സവം ഒഴിഞ്ഞു. കഥാപ്രസംഗ വേദിയിൽ ചിരിയുടെ ഉത്സവകാലം തീർത്ത് VD രാജപ്പൻ അന്തരിച്ചു. ഹാസ്യകഥാപ്രസംഗങ്ങളിലൂടെയും പാരഡി ഗാനങ്ങളിലൂടെയും പൊട്ടിച്ചിരിയുടെ പുതിയ ലോകം പരിചയപ്പെടുത്തിയ കലാകാരന്റെ വിയോഗം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ. 70കളിലും 80കളിലും ഉത്സവ പറമ്പുകളെ ഹരം കൊള്ളിച്ച VD രാജപ്പൻ 40-ലധികം സിനിമകളിലും ഹാസ്യകഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കി. ചികയുന്ന സുന്ദരി, പ്രിയേ നിന്റെ കുര, പോത്തുപുത്രി, മാക് മാക് തുടങ്ങിയവ പ്രശസ്ത കഥാപ്രസംഗങ്ങൾ. അഭിനയിച്ച ആദ്യ ചിത്രം സന്ധിക്കു വിരിഞ്ഞ പൂവ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2620 രൂപ, പവൻ 20,960 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.